മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് ലീഗ് തർക്കം ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. കോൺഗ്രസിലും മന്ത്രിസ്ഥാനങ്ങൾ വിഭജിക്കുന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചല്ല, വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. അതേസമയം മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിരുന്നു. വിദഗ്ധരൊക്കെ ആ സമിതിയുടെ ഭാഗമാണ്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുണ്, ഇന്നിപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭായോഗമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നെങ്കിലും വകുപ്പുകളുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകണം. ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ എത്തുന്നതിന് മുൻപ് മന്ത്രിമാർക്ക് തങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഒരു രൂപം കിട്ടാൻ സാധ്യതയില്ലല്ലോ. 9 മണിക്കാണ്. ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാവുക. പക്ഷേ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മന്ത്രിസഭാ യോഗം കൂടിയായി മാറുന്നുണ്ടല്ലോ ഇത്. തീർച്ചയായിട്ടും വകുപ്പ് വിഭജനത്തിൽ തർക്കവും അവ്യക്തതയും തുടരുകയാണ്. ഇതുവരെ അത് പൂർത്തിയായിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രി ഓഫീസ് പറയുന്നത് ഗവർണർ സ്ഥലത്തില്ലാത്തതിനാൽ ഗവർണർ ആണ് ഈ പട്ടിക നൽകാൻ വൈകുന്നത്. പക്ഷേ അതൊരു ശരിയായ വിശദീകരണമാണ് പറയാൻ കഴിയില്ല. ഗവർണർ സ്ഥലത്ത് ഉണ്ടാകണമെന്നില്ല. പട്ടിക ഗവർണർ കൈമാറിയാൽ മതി. ഗവർണർക്ക് ഇതിലൊരു റോളുമില്ല എന്നുള്ളതാണ്. ഗവർണർ അംഗീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഗവർണർക്ക് ഈ വകുപ്പുകളിൽ തിരുത്തൽ വരുത്താനോ അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ മാറ്റം വരുത്താനോ ഒരു അധികാരവുമില്ല. സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഗവർണറുടെ അനുമതിയോടുകൂടി അത് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറങ്ങുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നുമില്ല. അത് പക്ഷേ പ്രശ്നം തീരുന്നില്ല. ഇങ്ങനെ പറയുമ്പോഴും ഇന്നലെ രാത്രി വളരെ വൈകിയും തലസ്ഥാനത്തുള്ള 2 മന്ത്രിമാർ കെ മുരളീധരനും സി പി ജോണും ലത്തീൻ സഭ ആസ്ഥാനത്തെത്തിയിരുന്നു. അവിടെ ലത്തീൻ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി സഹകരണമുണ്ടാകണം, ഈ പ്രശ്നം പരിഹരിക്കാൻ ഒപ്പം നിൽക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു. എന്താണ് അവർ മുന്നോട്ട് വെച്ച ഫോർമുല എന്ന് വ്യക്തമല്ല. പക്ഷേ ലത്തീൻ സഭാ നേതൃത്വം വളരെ ശക്തമായി തന്നെ പറഞ്ഞു, കടലിനെ അറിയാവുന്നവർക്ക് മാത്രമേ ഈ ഫിഷറീസ് വകുപ്പ് നൽകാവൂ. അല്ലാത്തതിന്റെ അപകടം നേരത്തെ കണ്ടതാണ്. എത്ര ആളുകൾ കടലിൽ മരിച്ചു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സജി ചെറിയാനാണ് ഫിഷറീസ് മന്ത്രിയായത്. അദ്ദേഹത്തേക്ക് ഒരു പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സഭാ നേതൃത്വം നിലപാടെടുത്തത്. കടലിനെ അറിയാവുന്നവർ മാത്രം ഈ ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കണം. അവിടെയാണ് പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുന്നത്.